നമസ്കാരം, അനന്തപുരി ബ്ലോഗിൽ നിന്നാണ്. ജില്ലയിൽ നിന്നാണ് സർ? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ നിന്ന് എത്തിയ ടീമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അവരുടെ കൂടെ എത്തിയ സാറ് ഡീറ്റെയിൽസ് പറയും. സാർ എന്ന് പറയും. നമ്മൾ കണ്ണൂർ ജില്ലയിൽ സെൻറ് തെരേസസ് ഹൈസ്കൂൾ, ആയങ്കുളത്തിൻ്റെ ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കുട്ടികൾ 4 മാസമായിട്ട് നല്ല പ്രാക്ടീസിങ്ങിലാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടികൾക്ക് പ്രാക്ടീസിങ് നടത്തിക്കൊണ്ടിരുന്നത് ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് നിന്ന് അവരുടെ സമുദായത്തിൽ വന്നവരെ തന്നെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഒരു ഇതാണ് ഇവർ ഇവിടെ വരെ എത്തിയതും അതോടൊപ്പം തന്നെ എ ഗ്രേഡ് നേടുവാൻ വേണ്ടി സാധിച്ചതും. കഴിഞ്ഞ ഇതിന് മുന്നേ മത്സരത്തിന് വരാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇപ്പോഴും പുതുതായിട്ട് ഉൾപ്പെടുത്തിയ 5 ഗോത്രവർഗ ഡാൻസ് ഉണ്ട്. അതിൽ 3 വിഭാഗം ഡാൻസ് ഞങ്ങൾ ഇവിടുന്ന് സെന്റ് തെരേസ ഹൈസ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ 3 എണ്ണത്തിനും എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ല വെച്ച് ആ സമയത്ത് അവതരിപ്പിച്ച ഏതായിരുന്നു? ഏത് നൃത്തം? അവിടെ നാടോടി നൃത്തം, പിന്നെ ഭരതനാട്യം, അതോടൊപ്പം തന്നെ ബാൻഡ് മേളം, പിന്നെ പഞ്ചവാദ്യം, പിന്നെ ചവിട്ട് നാടകം, മാർഗംകളി, ഒപ്പന ഇത്യാദികൾക്കെല്ലാം സെന്റ് തെരേസ ഹൈസ്കൂളിന് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഇവിടെ അവതരിപ്പിക്കുന്ന ഏതൊക്കെയാണ്? ഇതിന് പുറമെ വേറെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നടത്തുന്നത്? മലപുലിയാട്ടം, മംഗലംകളി, പിന്നെ മാർഗംകളി, പഞ്ചവാദ്യം, പിന്നെ ബാൻഡ് മേളം, മദ്ദളം കേളി, പിന്നെ സംഘനൃത്തം പറഞ്ഞല്ലോ, സംഘനൃത്തം, ഗ്രൂപ്പ് ഡാൻസ്. ഇതിൽ കഴിഞ്ഞതിൽ എല്ലാം എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മൾ പളിയ നൃത്തം അവതരിപ്പിച്ച സ്കൂള് സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ കണ്ണൂര്. ഇത് നമ്മൾ പളിയ നൃത്തം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പളിച്ചയമ്മ എന്ന് പറയുന്ന നമ്മുടെ കുലദൈവത്തിനെ ആരാധിച്ചിട്ട് നടത്തുന്ന ഒരു നൃത്തരൂപമാണ്. അതിൽ നമുക്ക് 3 തരത്തിലുള്ള നൃത്തരൂപങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇവർ കളിക്കുന്ന കല്യാണപ്പാട്ട് എന്ന് പറയുന്നത്. ഇത് കല്യാണത്തിന്റെ തലേദിവസം ചെറുക്കൻ വീട്ടുകാരെയും പെണ്ണ് വീട്ടുകാരെയും അവർ തമ്മി അങ്ങോട്ട് കളിയാക്കിക്കൊണ്ട് കുശലം പറഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു നൃത്തരൂപമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. പലരും കണ്ടിട്ടുള്ളത് നമ്മുടെ ആരാധന നൃത്തം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു നൃത്തരൂപം കൂടെ ഉണ്ട്. അതാണ് ഇവർ സ്റ്റേജിൽ നിന്ന് അവതരിപ്പിച്ചത്.